വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ കീം 2024 സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ ഓൾറെഡി ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വന്നു. നിങ്ങൾ എല്ലാവരും ഫീസ് അടച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫീസ് അടയ്ക്കാത്തവരുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റിന് മുന്നായിട്ട് തന്നെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കോഴ്സുകൾ കിട്ടിയിട്ടുള്ള എല്ലാവരും തന്നെ ഫീസ് അടയ്ക്കാം. ഓക്കെ, സോ ഈ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള സബ്സിക്വന്റ് ഫേസസ് ഓഫ് അലോട്ട്മെന്റിലൊക്കെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കണം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അതായത് നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ നമുക്ക് കൺഫേം എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അത് നമ്മൾ കൺഫേം കൊടുത്താലേ നമ്മൾ അടുത്ത അലോട്ട്മെന്റിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബട്ടൺ കാണില്ല. അത് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരും. ആ ഒരു സമയത്ത് മാത്രമേ ഈ ഒരു കൺഫേം ബട്ടൺ കാണുള്ളൂ. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കൺഫേം ബട്ടൺ വന്നിട്ടില്ല, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അത് ഇപ്പൊ നിങ്ങൾക്ക് വരില്ല. ഇപ്പൊ നിങ്ങൾ ഫീസ് അടയ്ക്കുക മാത്രമാണ് വേണ്ടത്. എപ്പോഴാണോ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് അത് കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുന്നത്. ഇപ്പൊ ഓൾറെഡി ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ലോവർ പ്രയോറിറ്റിയിലുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇനി ഹയർ ഓപ്ഷൻസ് മാത്രമേ നമുക്ക് അടുത്ത അലോട്ട്മെന്റുകളിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അതില് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഉള്ള ഓപ്ഷൻസിനെ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനും സാധിക്കും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ കിട്ടിയ അലോട്ട്മെന്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ കിട്ടിയ അലോട്ട്മെന്റ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്കുള്ള കോഴ്സും കോളേജും ആണ്. നിങ്ങൾ ഈ ടോക്കൺ ഫീ അടയ്ക്കുന്നതോടുകൂടി അത് ആ സീറ്റ് നിങ്ങൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഫേസിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നമുക്ക് പുതിയ കോളേജോ കോഴ്സോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും അങ്ങോട്ട് പോവുകയും വേണം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് ഓരോ ഫേസ് ഓഫ് അലോട്ട്മെന്റ് വരുമ്പോഴും ഈ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ മാൻഡേറ്ററി ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്നത്, അത് കൺഫേം ചെയ്ത് കൊടുക്കുന്നത്. ഈ കൺഫേം ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾ എന്താണോ കൊടുത്തിരിക്കുന്നത് പിന്നെ അത് പരിഗണിക്കും. അങ്ങനെ പരിഗണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ പുതിയൊരു കോഴ്സോ കോളേജോ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ അങ്ങോട്ട് പോകണം. അവിടെ കിട്ടിയ സ്ഥലത്തായിരിക്കണം പിന്നെ നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളുടെ പഴയ കോഴ്സും ഫസ്റ്റ് ഫേസിൽ കിട്ടിയ കോളേജും കോഴ്സും വേണം എന്ന് പറയാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറയാം. അതായത് രണ്ട് കേസ് ആയിരിക്കും വരിക. ഇപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ അലോട്ട്മെന്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ റിമൈനിങ് ഓപ്ഷൻസിനെ എല്ലാം തന്നെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. നിങ്ങൾക്ക് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇനി പുതിയ കോഴ്സിനോ കോളേജോ നിങ്ങൾക്ക് ആവശ്യമില്ല. ഇപ്പൊ കിട്ടിയിട്ടുള്ള കോഴ്സിലും കോളേജും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അത് ചെയ്യണം. ഇപ്പൊ കുറെ പേര് ഇപ്പൊ എനിക്ക് കിട്ടിയത് നല്ല കോളേജാണ്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ കുറെ ഹയർ ഓപ്ഷൻസ് കിടക്കുന്നുണ്ടായിരുന്നു, നമ്മൾ അത് ശ്രദ്ധിക്കാതെ അത് അങ്ങനെ വെച്ച് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെന്റ് വരുമ്പോൾ ഈ ഹയർ ഓപ്ഷൻസിലുള്ളത് വരികയും ചെയ്യും, നമ്മൾ അങ്ങോട്ട് പോവുകയും വേണം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കണം. ഇനി ഇപ്പൊ കിട്ടിയതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, നമുക്ക് സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ എവിടെയെങ്കിലും കിട്ടി അങ്ങോട്ട് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ്, പുതിയ ഒരു ഓപ്ഷനും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൃത്യമായി നോക്കുക. അപ്പൊ കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, അറിയാതെ അത് കൊടുത്തുപോയി, ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ഫേസിൽ അത് വന്നു, എനിക്കത് കൊടുക്കണ്ടായിരുന്നു. അപ്പൊ ഇനി ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ കോഴ്സുകൾ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പൊ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞ് നമുക്കൊരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അതായത് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ ഓരോ കോഴ്സുകളും എത്ര റാങ്കിലാണ് പോയിരിക്കുന്നതെന്ന്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇനി നിങ്ങൾക്ക് എവിടെ കിട്ടാനാണ് സാധ്യത ഉള്ളതെന്ന്. അത് നോക്കി നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഓപ്ഷൻസിനെ, ഹയർ ഓപ്ഷൻസിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യുകയും ചെയ്യാം. അപ്പൊ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഈ പറഞ്ഞത്. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടിയത് പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാക്കരുത്. ഇപ്പൊ കിട്ടിയതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻസ് കൺഫേം ചെയ്യുക. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾ പങ്കെടുത്തു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പക്ഷേ നമുക്ക് എവിടെയും കിട്ടിയില്ല എന്ന് വിചാരിക്കാം.
അപ്പോഴും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഹയർ ഓപ്ഷൻസ് എവിടെയും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നമുക്ക് ഇപ്പൊ കിട്ടിയ കോഴ്സോ കോളേജോ നിങ്ങൾക്ക് നഷ്ടമാവുകയും ഇല്ല. അപ്പൊ ഈ പറഞ്ഞ cancellation ആണെങ്കിലും deletion ആണെങ്കിലും rearrangement ആണെങ്കിലും ഒക്കെ തന്നെ ഒരു certain periodലേക്ക് ആയിരിക്കും ഉണ്ടാവുക. അതിനുള്ള നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പൊ അത് വരുമ്പോ കൃത്യമായി നമ്മൾ അത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വരും, നമ്മൾ ചാനലിലൂടെ പറയുന്നുണ്ടാവും. അപ്പൊ ആ സമയത്ത് മാത്രം നിങ്ങൾ അത് ചെയ്താൽ മതി. അപ്പോൾ ഈ ഓപ്ഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഒപ്പം ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ആ വീഡിയോ ഇടുന്നുണ്ടാവും. അത് വെച്ച് അടുത്ത ഫേസ് അലോട്ട്മെന്റിലെ സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു.